പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം. നമുക്കറിയാവുന്ന ഒരു അധ്യായമാണ്. പലപ്പോഴും ഇതിൽ നിന്ന് ഒത്തിരി മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്തൊന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 14-ാം അധ്യായം കർത്താവ് ഇങ്ങനെ പറയുന്നു, തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് 13-ാം അധ്യായം തൊട്ട് 17-ാം അധ്യായം വരെ കർത്താവിൻ്റെ മരണത്തിന് മുമ്പ് ചില ദിവസങ്ങൾ ദൈവ ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ട് അവരോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്തപ്പോൾ അവരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്തുവാ? ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. കലങ്ങിപ്പോകുന്ന പല വിഷയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രിയമുള്ളവരെ, നമ്മോട് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കലങ്ങിപ്പോകുന്ന പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ കർത്താവിൻ്റെ ഈ വചനം നമ്മുടെ ഉള്ളിലൊന്ന് ക്രിയ ചെയ്യട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആരിൽ വിശ്വസിപ്പീൻ? എന്നിൽ വിശ്വസിപ്പീൻ. നമ്മുടെ കർത്താവിലൊന്ന് വിശ്വസിക്കുക. പ്രിയമുള്ളവർ, കർത്താവിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പറയും, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. എന്നിട്ട് 5 കാര്യങ്ങൾ അവിടെ അവരോട് വാഴ്ത്തത്ത വചനമായിട്ട് അവരോട് പറയുക. ശിഷ്യന്മാരോട് ഒന്ന് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ എൻ്റെ അടുക്കൽ എന്തുവാ പറയുന്നത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവർ. നിങ്ങൾ കലങ്ങിപ്പോകണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നാമതായിട്ട് പറയുക, ഞാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന്. അപ്പം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായി ശക്തമായിട്ട് പറഞ്ഞിരിക്കുക. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. പ്രിയമുള്ളവരെ, ഈ സംഭവങ്ങൾ അതാ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുവാണ്. നിങ്ങൾ കലങ്ങല്ലേ, നിങ്ങൾ വിഷമിക്കരുത്, ഭാരപ്പെടരുത്. വിശുദ്ധിയിലും വേർപാടിലും ദൈവഭയത്തിലും ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഉള്ള ഒന്നാമത്തെ ഏറ്റവും വലിയൊരു വാഗ്ദത്ത വചനമാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. ദൈവത്തിന് സ്തോത്രം. സന്തോഷമുള്ളവരെ എത്ര പേരുണ്ടെന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം. നമ്മളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കാറായി. പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, നിങ്ങളെൻ്റെ നാമത്തിൽ, അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന്. അപേക്ഷിക്കുന്നതൊക്കെയും പ്രാർത്ഥിക്കുന്നതൊക്കെയും നമുക്ക് ചെയ്തു തരുന്ന ഒരു നല്ല കർത്താവ്. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. മറക്കല്ലേ കേട്ടോ, ഈ വചനം മറക്കല്ലേ. ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറയുക, ഞാൻ ഹല്ലേലൂയ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ ഞാൻ ചെയ്തു. പിന്നെയും അതെടുത്ത് പിന്നെയും പറയും, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. വാറ്റത്ത വചനമാ പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ദൈവസന്നിധിയിൽ കരയുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാ, നമ്മുടെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. വളരെ ശക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ നാമത്തിൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു. അതാ കർത്താവിൻ്റെ വാറ്റത്ത വചനം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ കരയുന്ന, നമ്മൾ കണ്ണുനീർ ഒഴുക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നമ്മുടെ കർത്താവ് ഒരുക്കുമെന്ന്, അതിന് താമസിക്കത്തില്ലെന്ന് അതിന്മേൽ അതാ കർത്താവിൻ്റെ വാറ്റത്വമാണ്. പ്രിയമുള്ളവരെ, കർത്താവും ക്രൂശീകരണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറയുന്ന കാര്യങ്ങളാണ്, അവരെ ഓർപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോൾ ഒന്ന് പറയുക, ഞാൻ പോയി ഞാൻ
ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു സ്ഥലം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. എന്നിട്ട് രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. വാറ്റത്ത വചനമാ പ്രിയമുള്ളവരെ. അതിനുശേഷം പിന്നെയും അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ടൊരു കാര്യസ്ഥൻ, അതാ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുവാൻ കർത്താവ് നൽകി തരുമെന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ യെരൂശലേം വിട്ടുപോകാതെ ഇവിടെ തന്നെ പാർപ്പിൻ. എന്താ കാര്യം? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്ന പ്രിയമുള്ളവരെ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ ഹല്ലേലൂയ രക്തത്താൽ ജയമെടുക്കുകയാണ്. അതിൻ്റെ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദയിലും എല്ലാ ഇടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ അതിൻ്റെ മേളിൽ ഹല്ലേലൂയ നമ്മൾ വായിക്കുകയാണ്, നിങ്ങൾ അതിനെ ഹല്ലേലൂയ അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ വാഗ്ദത്തം എന്താ പ്രിയമുള്ളവരെ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതാ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്, ഞാൻ ഹല്ലേലൂയ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനോ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ നിങ്ങൾക്ക് തരും, ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ആരെ? പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ ഉള്ളവർക്ക്, ലോകമോഹത്തിൽ കൂടി ഓടുന്നവർക്കല്ല, ദൈവ ഇഷ്ടം ചെയ്ത് യഥാർത്ഥമായി ജീവിക്കുന്നവർക്കാണ് ഈ വാഗ്ദത്തം ദൈവം ഒരുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പിന്നെയും അവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നെ കാണും. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ഒരു വാഗ്ദത്തം പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യം ഇല്ല. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, കുറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ലെന്ന്. ഹല്ലേലൂയ. ലോകത്തിലുള്ളവരുടെ അടുക്കലല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് നിത്യം വസിച്ചു കൊണ്ടിരിക്കുക. പ്രിയമുള്ള ദൈവത്തെ യഥാർത്ഥമായിട്ട് സേവിക്കുന്ന, ആരാധിക്കുന്ന ഒരുവൻ്റെ ഉള്ളിൽ ആ കർത്താവുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ ഓരോ ദിവസവും കൊണ്ടു നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മറന്നു പോകരുത്. ഒന്നാമതായിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത്. എന്താ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കണത് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. രണ്ടാമതായിട്ട് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് തന്നെ പുത്രനിൽ മഹത്വപ്പെടാൻ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. അടുത്ത പറയുക, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നൽകും. അടുത്തത് പറയും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. എത്ര മാറ്റത്ത വചനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 27 വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന. നിങ്ങളുടെ ഹൃദയം പിന്നെയും പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ സമാധാനം, അത് കർത്താവിൻ്റെ സമാധാനമാണ് നമുക്ക് കർത്താവ് നൽകി തന്നിട്ട് പോയിരിക്കുന്നത്. അത് ഈ ലോകം തരുന്ന സമാധാനമല്ല പ്രിയമുള്ളവരെ. ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ സമാധാനത്തിനായി ജനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ട് പോയ
വാറ്റത്തെ വചനം എന്താ? എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനമാണ് നമുക്ക് നിത്യത വരെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ തന്നെ ദൈവസ്ഥാന വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ. പരിശുദ്ധനായ കർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകുന്ന പല അവസ്ഥകളും ജീവിതത്തിന് നേരെ കടന്നു വരും. ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹൃദയം കലങ്ങിയവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം രാവിലെ സമയം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.